നമസ്കാരം. സായിമൻ ട്രെൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു പുതിയ യാത്രയാണ്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമാൻ്റെയും യമൻ്റെയും ബോർഡറിലേക്ക്. അതായത് സലാലിന് ഏകദേശം 150 കിലോമീറ്റർ യാത്ര ചെയ്താലെത്തുന്ന ഒരു കിട്ടില്ല സ്ഥലമാണ് യമൻ്റെ ബോർഡർ. ഷെർഫേത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്നത്തെ യാത്ര കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്സൈൽ ബീച്ചിലാട്ടോ. നല്ലൊരു കിട്ടില്ലം ബീച്ചാണ് മുക്സൈൽ ബീച്ച്. അപ്പോൾ നമുക്ക് ഈ ബീച്ചിൽ നിന്ന് യാത്ര തുടങ്ങാം. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പരമാവധി ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തരിക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ മുക്സൈൽ ബീച്ചിലിറങ്ങി ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് കേട്ടോ. വേറെ ആരുമില്ല, ഞാനും സാംസങ് മാത്രമേ ഉള്ളൂ. ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബീച്ചാണ്. അടിപൊളി ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളി ബീച്ച്, ഒരു രക്ഷയില്ല. കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് നല്ലൊരു അത്ഭുതം തന്നെ പറയാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ നല്ലൊരു കിട്ടില്ല സംഭവമുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യണം എന്ന് കരുതിയിട്ട് ഒരുപാട് കാലമായി, പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അധികം വൈകാതെ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സലാലക്കാർക്കൊക്കെ അറിയാൻ പറ്റും. അതാ ദൂരെ കാണുന്ന മലല്ലേ, അതിൻ്റെ ചുവട്ടിൽ നമ്മളെ തിരമാല ഉണ്ടല്ലോ, അതൊരു ഹോൾസിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഫോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് എന്തായാലും ഇൻഷാല്ലാ ചെയ്യണം കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മളെ ലക്ഷ്യം അതല്ലല്ലോ. നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമൻ്റെ ബോർഡർ വരെ ഒന്ന് പോകാന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഈ വഴിയിലൂടെ, അതായത് ഇതുപോലെ ഒരുപാട് ചുരങ്ങൾ കയറി ഇറങ്ങിയിട്ട് വേണം പോകാൻ. നമ്മുടെ യാത്രൻ്റെ ഈ രസം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ചുരങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോകാമെന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് ചുരങ്ങളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഒരുപാട് നല്ല ചെങ്കുത്തായ മലകളാട്ടോ. അതൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മളെപ്പോലുള്ള ഒരുപാട് മലയാളികൾ അതുപോലെ വിദേശികളായിട്ടുള്ള ആളുകളൊക്കെ വേർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വലാട്ട ഈ ചുരം. ഇതൊന്നല്ല, ഇതുപോലെ ഒരുപാടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വെറും ചുരങ്ങളും മലകളും ഒക്കെ തന്നെ ആയിട്ട് കാണാൻ പറ്റും. ഇതുണ്ട് ഇതുപോലത്തെ നല്ല അടിപൊളി മലകൾ. നല്ല രസമായിട്ടുള്ള ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ആയിട്ട് ഇതിൻ്റെ ഏറ്റവും മെയിൻ. ഇതിങ്ങനെ ഇതുപോലത്തുള്ള മലകളും ഇതൊക്കെ കാണാൻ പറ്റുന്നില്ല, അതിനായിട്ട് ഏറ്റവും മെയിൻ. നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സലാല വരണം കേട്ടോ. സലാല വന്നിട്ട് ഇത് ഇവിടെയൊക്കെ സന്ദർശിക്കണം. നിങ്ങൾക്കൊരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ആയിരിക്കും സലാല വന്നിട്ടുണ്ടാവുക. നമ്മുടെ ഈ വലതുവശത്ത് കാണുന്ന ഈ മരങ്ങളുണ്ടല്ലോ, ഇതാട്ടോ ലുബാൻ ട്രീ. അതായത് ഇവിടെ കുന്തിരിക്കം, നമ്മൾ കുന്തിരിക്കം നട്ടില്ലേ, അതിൻ്റെ മരങ്ങളാണ് ഈ മരത്തിൻ്റെ സൈഡിൽ. ഇവിടെ ഏറ്റവും കൂടുതൽ കുന്തിരിക്കം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാട്ടോ നമ്മളെ സലാല ദോഫാർ. സലാല ഉൾപ്പെടുന്ന ദോഫാർ എന്ന സ്ഥലം. ശരിക്കും ഈ സലാലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വരണം. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മഴയൊക്കെ പെയ്ത് നല്ല ഈ മലകളൊക്കെ ഉണ്ടല്ലോ, ഗ്രീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളൊക്കെ കേട്ടോ ആ സമയത്ത് ഇവിടെ ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ഈ പോകുന്ന യമൻ സലാല റൂട്ടുണ്ടല്ലോ, ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുള്ള ഒരു സ്ഥലമായിട്ട് മുക്സൈൽ ബീച്ച്, ഫിസായ ബീച്ച്, ഹൈഡൻ ബീച്ച്, അങ്ങനെ ഒരുപാട് ഷാത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് സംഭവം, കിട്ടില്ല സ്ഥലമാണ്. അതിൽ മുക്സൈൽ ബീച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊക്കെ ഇതാട്ടോ ഫിസായ ബീച്ച്. നമ്മളെ മുമ്പിൽ ഈ കാണുന്ന ടാറിടാത്ത റോഡിലൂടെ ഒരുപാട് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫിസായ ബീച്ച് എന്ന് പറഞ്ഞ് നല്ല കിട്ടില്ലൊരു ബീച്ചുണ്ട്. നല്ല അടിപൊളി, നല്ല രസമാട്ടോ സംഭവം. ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, കാണാനൊക്കെ നല്ല രസമുള്ളൊരു ബീച്ചാണ്. ഒന്നുകൂടി പോകണം നിങ്ങൾക്ക്. ആ വീഡിയോ ഞാൻ എന്തായാലും ഫിസായ ബീച്ചിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യും. അങ്ങനെ നമ്മുടെ ഈ ദോഫാർ മലനിരകളുടെ ഏറ്റവും മുകളിലാത്തുള്ള ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞ രക്ഷയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ്. കാഴ്ചകൾ ആസ്വദിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒട്ടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പണിയാവട്ടെ. ഇപ്പം തന്നെ ശരിക്കും പണിയായിരുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രശ്നങ്ങളാട്ടോ ഈ ഒട്ടകങ്ങൾ തന്നെ. ഇത് നമുക്ക് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ അടുത്ത വശത്ത് കാണുന്ന റോഡുണ്ടോ, ഇതാട്ടോ ഷാത്തിക്കുള്ള പോകുന്ന റോഡ്. ഷാത്ത് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണേ. ഈ മലമുകളിലൂടെ നമ്മൾ കുറേ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിലോമീറ്ററോളം പോകുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാം. ഗ്രാമങ്ങളെന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഒരു പട്ടണം എന്നൊക്കെ പോലെ പറയാം. ഇതുപോലത്തെ നല്ല സ്ഥലങ്ങൾ കാണാം. 1-2 സൂപ്പർ മാർക്കറ്റുകൾ, അതേപോലെ പള്ളി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒട്ടകങ്ങളായിട്ടോ. ഒട്ടകങ്ങൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വണ്ടിയിട്ട് പോകുന്ന സമയത്ത് മുമ്പിൽ ഇതുപോലെ ഒന്ന് ചാടും.
നമുക്ക് മനസ്സിലാവില്ല എപ്പോഴാണ് ചന്ന് ചാടാന്നില്ലെന്ന് മനസ്സിലാവില്ല. അതുപോലെ പെട്ടെന്ന് വന്ന് ചാടാം. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു പണി കിട്ടും. നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ 2 പ്രാവശ്യം നമ്മൾ മുമ്പിലേക്ക് ഒട്ടകം ചാടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്തായാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ശ്രദ്ധിച്ചിട്ടാണ് വേണ്ട പോകാൻ, ഇല്ലെങ്കിൽ നല്ല പണിയാണ്. ശരിക്കും ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ റഹീവത്ത് കട്ടെത്തുകയാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് ഇവിടെ ഷർഫേത്ത് എന്ന് പറഞ്ഞൊരു ബോർഡാണ്. അപ്പോൾ ആ ബോർഡ് കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് റൈറ്റിക്ക് ടേൺ ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഷർഫേത്ത് പോകാൻ. നമ്മൾ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ കാണാൻ പറ്റിയൊരു ഫാക്ടറി കേട്ടോ. എന്തിൻ്റെ ഫാക്ടറി എന്നറിയില്ല, ഒരു ഫാക്ടറി ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ചുരം താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ യാത്ര ചെയ്ത് ലാസ്റ്റ് അങ്ങനെ വീണ്ടും ഒരു ചുരമുണ്ട്, നല്ലൊരു ചുരമാണ്. ഇതിറങ്ങി കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. ഇവിടെ സംഭവം കാലാവസ്ഥ തന്നെ ആകെ മാറി കേട്ടോ. ശരിക്കും നല്ല കോടൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായി മാറി. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഇതായി ചുരം ഇറങ്ങി വന്നതിന് ശേഷം വീണ്ടും ഒരു ചുരം കയറി പോകണം. അങ്ങനെ ഒരുപാട് കയറി ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങളിതുണ്ടോ ഈ സൈഡിൽ ഒരു ടാങ്കർ മറിഞ്ഞ് കത്തി കിടക്കണം ഒരു സംഭവട്ടാ. ഇതൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷ ഉണ്ടാവില്ല, ഒന്നും ബാക്കി ഉണ്ടാവില്ല. സംഭവം ഭയങ്കര ഡേഞ്ചർ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച അതൊരു രക്ഷയില്ല. നല്ല സംഭവം സൂപ്പർ കാഴ്ചയാണ്. നല്ല അടിപൊളി വ്യൂ. താഴെ താഴെ കാണുന്ന നല്ല അടിപൊളി വ്യൂ ആണ്. ഇത്രയും ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം. ഇത്രയും ഹൈറ്റ് നമ്മൾ തിരിച്ച് കയറുകയും വേണം. ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെ റോഡ് പോകുന്നതും അതുപോലെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല താഴെ നല്ലൊരു വാതില്ലേ. ആ വാതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാദി സായിക്ക് അങ്ങനെ എന്തൊക്കെയാണ് ആ വാതിൻ്റെ പേര്. ഗൂഗിളിലൊക്കെ അടിച്ചെടുത്താൽ കാണാൻ പറ്റും. നല്ല അടിപൊളി നല്ല രസമുള്ളൊരു വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് താഴെ പോയി കാണാം. നമ്മൾ സാംസങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യും. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഈ കൊറോണൻ്റെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ നല്ലൊരു മഴ പെയ്തിരുന്നു. അപ്പോൾ ആ മഴ പെയ്തതിൻ്റെ കാരണത്താൽ ഇവിടെ റോഡൊക്കെ ആകെ പൊളിഞ്ഞ് ഉരുൾപൊട്ടൊക്കെ ചെയ്ത് ആകെ പൊളിഞ്ഞിട്ടുള്ളൊരവസ്ഥ കേട്ടോ. അപ്പോൾ അതിപ്പോഴും ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. ഒരുപാട് സ്ഥലത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാട്ടോ അവസ്ഥ. ഭയങ്കര ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ്. നമ്മുടെ നാട് പോലെ തന്നെ കേട്ടോ. നാട്ടിലിപ്പോൾ ഇത് തന്നെയല്ല അവസ്ഥ. മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡൊക്കെ പൊളിഞ്ഞ് ആകെ ഉരുൾപൊട്ടൊക്കെ ചെയ്തിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഇതുപോലെ തന്നെ കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ആ ചുരക്ക് ഇറങ്ങി ഏറ്റവും താഴെ ഭാഗത്തെത്തിയിട്ട് ഇവിടെയാണ് ആ വാദി സായിക്ക് എന്ന് പറഞ്ഞ സംഭവമുള്ള വെള്ളക്കെട്ട്. ഇതാണ് വാദി സായിക്ക്. നമ്മൾ ഈ വലതുവശത്ത് കാണുന്നില്ല, ഇതാണ് ആ വാദി സായിക്ക് എന്ന് പറഞ്ഞ സംഭവം. നല്ല രസമുള്ളൊരു വെള്ളക്കെട്ടാണ്, കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ നല്ല പ്യുവർ വാട്ടറാണ്, നല്ല ക്ലീൻ വാട്ടറാണ്. സലാലയിൽ ഇതുപോലെ ഒരുപാട് വാദികളുണ്ട് കേട്ടോ. നല്ല ഇറങ്ങി കുളിക്കാൻ ഇതിനൊക്കെ പറഞ്ഞ ഒരുപാട് വാദികളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കുളിക്കാനും നിൽക്കുന്നില്ല, ഇവിടുന്ന് നമ്മൾ പോകുന്നതാണ്. പക്ഷെ ഇതുപോലെ നല്ല രസമുള്ള വാദികളുണ്ട് സലാല. മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഐനാർസൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള. ഇതൊക്കെ എന്ന് പറഞ്ഞ സംഭവമാണ്. നല്ല രസമുള്ളൊരു വാദിയായിരുന്നു ഐനാർസൂക്ക്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണണം. സമയം ഇപ്പോൾ 12:40 കഴിഞ്ഞിട്ടോ. ഒരു വെയിലും കാര്യങ്ങളൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. പക്ഷെ നമ്മളിനി ഇത്രയും ഇറങ്ങി വന്ന ഇത്രയും നമ്മൾ കയറിപ്പോകണം. അതുപോലെ മറ്റൊരു മല കയറി പോയിട്ട് വേണം അവിടെ എത്താൻ. അതാണ് കേട്ടോ നമ്മൾ അടുത്ത ചലഞ്ച്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന മലകളൊക്കെ കാണാൻ പറ്റും. ദൂരെ കാണുന്ന മലകളൊക്കെ കയറി ഇറങ്ങിയതിന് ശേഷം നമ്മളിവിടെ വന്ന് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ആ മലയൊക്കെ കയറി മുകളിലെത്തി. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ ചെറിയൊരു പട്ടണം കാണാം. ഇത് ഷെർഫേത്ത് അല്ല, വേറെ ഏതൊരു പട്ടണമാണ്. അത് ഇവിടുന്ന് ഇങ്ങനെ സുഖം നല്ല രസത്തിൽ കാണാൻ പറ്റും. ഇതണ്ട, നമ്മൾ ഒട്ടകത്തിനെ മാത്രം നോക്കിയാൽ പോരാ, ഇതുപോലുള്ള പശുക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. പശുക്കൾ വല്ല ഒട്ടകത്തിൻ്റെ അത്ര ഡേഞ്ചർ അല്ല, എന്നാലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇവിടെ നമുക്കൊരു സിഗ്നൽ ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കി നമുക്ക് മനസ്സിലാവും ഇടതുവശത്തേക്ക് ദൽക്കൂത്തും വലതുവശത്തേക്ക് ഷെർഫേത്തും. നമ്മൾ ഷെർഫേത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷെർഫേത്ത് പോയിട്ട് അവിടുന്ന് മറ്റൊരു വഴിയിലൂടെ നമ്മൾ തിരിച്ച് ദൽക്കൂത്തിലേക്ക് വന്ന് അവിടുന്ന് അങ്ങനെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്.
അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു പട്ടണം എന്ന് പറഞ്ഞില്ലേ, അതാട്ടോ ഇത് എന്ന് പറഞ്ഞാൽ നല്ല സംഭവമാണ്. ഇവിടെ ഒരുപാട് പശുക്കളും കാര്യങ്ങളും ഉണ്ട്, നല്ല രസമാണ്. ഇവരെ പ്രധാന വരുമാന മാർഗ്ഗമാട്ടോ ഈ പശുക്കൾ. പശുക്കളും ഒട്ടകങ്ങളാണ് നമ്മളെ വരുമാനം, അല്ലാതെ കൃഷിയോ കാര്യങ്ങളോ ഒന്നും ഇവർക്കില്ല. ഒരുപാട് സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്, കൃഷിയൊന്നുമില്ല. പശുക്കളും ഒട്ടകങ്ങളും അത് തന്നെയാണ് ഇവരെ വരുമാനം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ നല്ല അടിപൊളി നല്ല രസമുള്ള പട്ടണങ്ങൾ കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാൻ പറ്റും. അവിടെ നമ്മൾ പോകുന്നറിയില്ല, അത് മറ്റൊരു റൂട്ടാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്, ഒട്ടകങ്ങൾ റോട്ടിലൂടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത്. ഇങ്ങനത്തെ ഒട്ടകങ്ങളൊന്നും പ്രശ്നമല്ല, കാരണം ഒറ്റപ്പെട്ട് പോകുന്ന ഒട്ടകങ്ങളാണ് പ്രശ്നം. അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ഒട്ടകങ്ങൾ അങ്ങനെ വണ്ടീൻ്റെ മുകളിലേക്ക് ചാടുന്നില്ല. അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഇതുപോലെ ചാടുന്നല്ലാതെ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു പ്രശ്നമല്ല, കാരണം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഒറ്റപ്പെട്ട് നടക്കുന്ന ഒട്ടകങ്ങളുണ്ടാവും, അവർ നമ്മൾ എത്തുന്ന സമയത്ത് ഒറ്റ ചാട്ടായിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് അവിടെ നിന്നോളും, തനക്കല്ല അവിടെ നിന്നോളും, പ്രശ്നമല്ല. എന്തായാലും ശ്രദ്ധിച്ച് പോവുക. ഇതിലൊക്കെ തട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, ബാക്കി വണ്ടി ഉണ്ടാവില്ല, നമ്മളും ഉണ്ടാവില്ല. ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥ തന്നെ ആകെ മാറിപ്പോയി. ശരിക്കും നമ്മളെ ഖരീഫിന് സലാല കാണുന്ന അതേ കാലാവസ്ഥ. ആകെ കോടമഞ്ഞിട്ടോ, നല്ല കോടമഞ്ഞ് എന്ന് പറഞ്ഞാൽ നല്ല കോടമഞ്ഞാണ്. മുമ്പിലോട്ടൊന്നും കാണാൻ പറ്റാത്ത അങ്ങനെ കോടമഞ്ഞ്. ക്യാമറയിൽ പിന്നെയും കാണാൻ പറ്റുന്നതാണ്, പക്ഷെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് തീരെ കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് കോടമഞ്ഞാണ്. അതിൻ്റെ ഇടക്കൂടി ഒട്ടകങ്ങൾ കയറി വരുന്നതാണ് പ്രശ്നം. അപ്പം അത് നല്ല ശ്രദ്ധിച്ച് പോവുക, വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും നല്ല രസമാട്ടോ കാണാൻ. ശരിക്കും നമ്മളെ ഖരീഫ് സീസണിൽ നമ്മൾ സലാല കറങ്ങുന്ന അതുപോലത്തെ ഒരു സംഭവം. സലാല ജബലിൽ പോകുമ്പോൾ അത് ഖരീഫ് സീസണിലാണ് എനിക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇവിടെ എപ്പോഴും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, റോഡ് സൈഡിലൊക്കെ. പച്ചപ്പൊന്നും ഇപ്പം പോയിട്ടില്ല. ഇതണ്ട ഇതട്ട ഞാൻ നേരത്തെ പറഞ്ഞേ, കോടൻ്റെ ഉള്ളിലൂടെ ഇവന്മാരിങ്ങനെ നടക്കും. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഒറ്റക്കുള്ള ആളാവുകൊണ്ട് എന്തായാലും ഡേഞ്ചറാണ്. നമുക്ക് ശരിക്കും നമ്മൾ നല്ല ശ്രദ്ധിച്ചു പോകണം. എന്തായാലും സംഭവം സ്ഥലമൊക്കെ നല്ല കിടിലൻ സ്ഥലങ്ങളാണ്. ഇതുപോലത്തെ ഒട്ടകങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ആ കോടമഞ്ഞിനുള്ളിലൊക്കെ നല്ല ചുരങ്ങളൊക്കെ ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഷർഫേത്ത് എത്തിയിട്ടു. ഇവിടെ എപ്പോഴും നല്ല കണ്ടാവും. ഇവിടെ നല്ല കാലാവസ്ഥയാണ്, കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ്, അപ്പോൾ ആ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ മദ്രസ ഉണ്ട്, ഈ മദ്രസിൻ്റെ സൈഡിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വ്യൂ പോയിൻ്റ്. ഇങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ സർക്കാർ നല്ല ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ആ ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ഊട്ടി മോഡലൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടുത്തെ വീടുള്ള നിർമ്മാണമൊക്കെ ഒരു ഊട്ടി സ്റ്റൈൽ, അതായത് മലൻ്റെ സൈഡിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ തന്നെ വീടുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം തോന്നി, ഇങ്ങനെ കോടമഞ്ഞും ശരിക്കും എനിക്കൊരു ഊട്ടിയായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ വേറെയും കുറേ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. നമുക്ക് ഈ വ്യൂ പോയിൻ്റ് ഒന്ന് ശരിക്കും കാണാം, എന്താ സംഭവം നോക്കാമല്ലോ, അങ്ങനെ ഉണ്ട് എന്നുള്ളത് സംഭവം രക്ഷയിലട്ടോ. നല്ല അടിപൊളി. ഇതിന് നേരെ ഈ കടൽ, ഈ മലൻ്റെ നേരെ അപ്പുറത്ത് കടലാണ്. പിന്നെ അതാന്ന് തോന്നുന്നുണ്ട് യമൻ്റെ ബോർഡർ. യെസ്, അത് തന്നെ കേട്ടോ യമൻ്റെ ബോർഡർ. ആ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറം യമനും
ഇതിനപ്പുറം ഒമാൻ. അങ്ങനെ നമ്മൾ ഒമാൻ്റെയും യമൻ്റെയും ബോർഡറിലെത്തിയിട്ട് ഇതാണ് ബോർഡർ. ഇതിൻ്റെ അപ്പുറം യമനും ഇപ്പുറത്ത് ഒമാനും. നല്ല അടിപൊളി പ്ലേസാണ്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഒരു രക്ഷയില്ല. നല്ല പ്ലേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി കിട്ടുന്ന പ്ലേസാണ്. സമയം ഇപ്പോൾ ഏകദേശം 3 മണിയായി. നല്ല വിശപ്പുണ്ട്. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ നമുക്ക് ബോർഡറിൻ്റെ അവിടെ പോകണം, വീഡിയോ എടുക്കണം. മിക്കവാറും പറ്റൂല, കാരണം ഇവിടെ മിലിറ്ററി ഏരിയകളൊക്കെ ക്യാമറ അതുപോലത്തെ സംഭവങ്ങളൊക്കെ പ്രോഹിബിറ്റഡ് ആണ്, ഉപയോഗിക്കാൻ പറ്റൂല. അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസ് എടുക്കാനും പറ്റില്ല. പറ്റുമെങ്കിൽ എടുക്കണം, അവിടെ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നല്ലൊരു സെറ്റപ്പ് വ്യൂ ആണ്, കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ആ മദ്രസിൻ്റെ ബാക്കിലാട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പോയ വ്യൂ പോയിൻ്റാണ് അപ്പുറത്ത് കാണുന്നത്. എന്തായാലും സൂപ്പറാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇവിടെ ഒരു മലയാളി ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞ്, പെട്രോൾ പമ്പിൻ്റെ ഉള്ളിലൊരു മലയാളി ഹോട്ടലുണ്ട്. മലയാളി ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭക്ഷണവും കിട്ടും. അറബി ഫുഡും പാകിസ്ഥാനി ഫുഡും എല്ലാ ഫുഡും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മൾ ആ മലയാളി ഹോട്ടൽ മത്തം അഹ്ല ഷർഫേത്ത് അഹ്ല റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സംഭവം എത്തി. ഞാൻ കടായി അതുപോലെ ആട്ടറൊട്ടിയും പറഞ്ഞ് സാംസങ് ബ്രെഡും ഓംലേറ്റും പറഞ്ഞു. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം? നേരെ പോയിട്ട് അവിടെ ബോർഡറിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും ചോദിച്ചു. വീഡിയോ എന്തായാലും എടുക്കാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിലും ചോദിച്ചോ. ഇതെന്താ സംഭവം? ഇവിടെ ഒട്ടകങ്ങൾ കടന്നിട്ട് മറയുന്നുണ്ട് കേട്ടോ. എന്തോ സന്തോഷം കയറിയിട്ടാന്ന് പറഞ്ഞത്. ആകെ ഓടി കളിക്കുന്നുണ്ട് എല്ലാവരും. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാം. ഒരു രക്ഷയില്ല. ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മളവിടെ കണ്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ എന്തായാലും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മളവിടെ പോവുക, കാണാൻ, തിരിച്ചു പോരുക, അത്രേ ഉള്ളൂ. അവിടെ അവർ നമ്മളോട് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, മമ്മിയോണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുന്നത് ഞാൻ ഡൽക്കൂത്ത് വഴിയാണ്. ഡൽക്കൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള അടിപൊളി നല്ലൊരു സംഭവമുള്ള ഒരു പ്ലേസാണ്. ഒരുപാട് പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് ഈ ഡൽക്കൂത്ത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം കേട്ടോ. അടുത്തൊരു വീഡിയോയിലൂടെ അത് കാണിക്കാം. ഇപ്പോൾ എന്തായാലും ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. പരമാവധി ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തിരിച്ചു പോകുന്ന ഡൽക്കൂത്ത് വഴി. ഓക്കെ.